പള്ളിയിലാണ്. കാരണം നാളെ 5th സെം എക്സാം ആണ് ഗൈസ്. 5th സെം 6th സെം ഏറ്റവും ക്രൂഷ്യൽ എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ സപ്ലി വരരുത്. സപ്ലി വന്നു കഴിഞ്ഞാൽ 1 ഇയർ പോകും നമ്മുടെ. അപ്പോൾ എന്തായാലും ദൈവത്തെ കണ്ടത് പ്രാർത്ഥിച്ചിട്ട് നാളെ പോയി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി എത്തിച്ചു. ഇനി എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വന്നാൽ ചിലപ്പോൾ ജയിക്കും ഗൈസ്. വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് ബൂട്ട് ക്യാമ്പിലേക്ക് പോകാം. നീവേ കൂടെ ഉണ്ടായിരിക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും നേരെ ബൂട്ട് ക്യാമ്പിലേക്ക് പോകും. അല്ല എന്ത് കുക്കറാണ് എന്താടാ ഇവൻ പറഞ്ഞേ? എന്താണ് പറഞ്ഞ റാശി? ഇഞ്ചക്ഷൻ ഓപ്പറേഷൻ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞതാ. ഇഞ്ചക്ഷൻ കുക്കർ അല്ല. ഇന്നാളൊരു സാധനം പറഞ്ഞല്ലേ, ഡിംബല. ഇൻഡക്ഷന്റെ ഡാ വന്നില്ല, ജാ വന്നതാ. ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അങ്ങനെ പറ, നമുക്ക് മനസ്സിലാവണ്ടേ. എടാ അവന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, തായ്ലാൻഡിൽ പട്ടായ പോണം. നാളെ നോക്കി എന്തായാലും എല്ലാരും ഒരു പ്രാവശ്യം ഞാൻ പട്ടായ കൊണ്ടുപോകും. ഉറപ്പ്. നീ പ്രസവ ശുശ്രൂഷയിലിരിക്കുമ്പോ നമ്മള് പോയിട്ട് വരും. അത് ബാച്ചിലേഴ്സ് ഉള്ളിയാണ്. അല്ല ഞാനവിടെ ഞാൻ ട്രിപ്പല്ല, ഞാൻ ക്യാമറമാനാ. ഞാൻ പണിയെടുക്കാൻ പോണതാ. ഞാൻ ഇല്ല, നീ പോടാ. അത് കുഴപ്പമില്ല. ഇത്താക്ക് ഞാൻ എന്നെ വിശ്വാസക്കുറവായിട്ട് ഞാൻ വരുന്നില്ല. നിങ്ങള് പോയാൽ മതി. കൈ വെച്ചോ. ഞാൻ ബൂട്ട് ക്യാമ്പിൽ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ പഠിപ്പിച്ചു വന്നു. മോനെ 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 ഒന്നുമില്ല. അവന്റെ അനുഭവങ്ങൾ അതൊക്കെ. അല്ലടാ ചാർലി, നിനക്ക് രാവിലെ ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങിന് വരായിരുന്നേ? അല്ല മീറ്റിങ്ങിൽ കുസ്തി വല്ലതും ഉണ്ടോ? മിണ്ടാതെ വന്നിരുന്നാ പോരെ? അപ്പൊ നൈസായിട്ട് ഉറങ്ങാനുള്ള അടവല്ലായിരുന്നു അത്? കാര്യം എന്താ? രാവിലെ എന്നെ വിളിച്ച് 9:20 നീ കറക്റ്റ് സമയത്ത് വിളിച്ചോണ്ട് അവ 7 മിനിറ്റ് ലേറ്റ് ആക്കി. ടെൻഷൻ അടിച്ചാ ഉള്ളതോടെ മറന്നു പോവും. അറിയാവുന്ന എഴുതുക, അറിയാത്തത് വിട്ടുപോയാ. ഇനി ഒന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, അടുത്തതിന് നോക്കാം. ഞാൻ തുടങ്ങിയോ? ഇന്നലെ പഠിച്ചൊക്കെ മറന്നോ? രാവിലെ കുളിച്ചാലും ഓർമ്മ കിട്ടത്തുള്ളൂ. എന്നാ ഓക്കെ, ബൈ, ടാറ്റാ. ഗൈസ്, അപ്പോൾ എന്തായാലും പാർട്ട് 1 ഞങ്ങൾ എല്ലാവരും പെർഫോമൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. ഇപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നല്ല ഗൈസ്, നമ്മുടെ ഗോ കാർട്ടിംഗ് ആണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സെയിം ടീം തന്നെയാണ്, ഞാനും കൊമ്പനും, അതിന്റെ അതുപോലെ തന്നെ നമ്മുടെ ചാർലിയും. ഓക്കെ ഗൈസ്, അപ്പോൾ 4 വണ്ടി റെഡിയാണ്. സോ അപ്പോൾ നമുക്ക് ട്രാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ വന്ന് ഇങ്ങനെ ലാപ്പ് ബേസ് ആണ് ഗൈസ് ഒക്കെ കളി നടക്കുന്നത്. 10 ലാപ്സ് ഉണ്ട്. അതിനകത്ത് 8 ലാപ്സ് ആണ് കറക്റ്റ് ലാപ്സ്, 2 ലാപ്സ് ട്രയൽസ് ആണ്. 8 ലാപ്സിൽ ആരാണോ ജയിക്കുന്നത് അവരാണ് വിന്നേഴ്സ്. അറ്റ് എ ടൈം 4 പേര് ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് മത്സരത്തിലോട്ട് കിടക്കാം.
ട്രാക്ക് മാറ്റി. എന്താ പിന്നെ അടിച്ചത് ചാർലി? ഇതെന്താണ് നടന്നിട്ട് പോണ? കൂട്ടത്തിലെ ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ലാസ്റ്റ് ആയിട്ട് പോകുന്നത്. എടാ റാഷിക്ക് നീ 2 ലാപ്പുണ്ട്, ഇറങ്ങിട്ടോളാം. ലാസ്റ്റ് ആരൊക്കെ വന്നു മാത്രം നോക്കുക. ലാപ്പ് ഒന്നും കൂട്ടത്തിൽ ഏറ്റവും നല്ലോണം ഓടിക്കുന്നവരാ. ഒരു 5-7 വട്ടം ഇവര് ഇടിച്ചു നിന്നിട്ടുണ്ടോ? എന്നാലും അത്ര ഇടി ഇടിച്ചിട്ട് അവൻ ഇവിടെ എത്തിയപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മനസ്സിലായോ? ഇവന്റെ മുന്നിൽ നിന്നാണ് നീ പറയുന്നേ. ഇവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഇവന്റെ കാര്യം ആര് പറഞ്ഞു? നിങ്ങള് തമ്മിൽ ഇടി കിടക്കുമ്പോ പയ്യെ ഫ്രണ്ടിൽ കയറി പോയി. ഞാൻ നോക്കിയപ്പോ ഒരാൾ അവിടെ ഇടിച്ചു കിടക്കുന്ന ഒരാൾ ഇടിച്ചെടുക്കും. സെന്ററിൽ ഗ്യാപ്പ് ഉണ്ട്, അത് കൂടെ എടുത്തിട്ട് പോയി. വെയിറ്റ് ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. മാസമായിട്ട് ഞാൻ വന്നാ വളരെ 2 റൗണ്ട് അല്ലാണ്ട് റാഷി, 3 റൗണ്ടാണ്. ട്രയൽ റൗണ്ടിൽ നീ ഒന്ന് കട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇടിലനായിരുന്നു guys. ഞാൻ ആക്ച്വലി എനിക്കിങ്ങനെ വണ്ടിയിൽ പോണ ഇച്ചിരി പേടിയിലാണെങ്കിലും പേടിണ്ടായിരുന്നു guys. ഓക്കെ, ഒരു ലാപ്പ് കഴിഞ്ഞപ്പോ ആ പേടി ഇനി F1 കാണാം. പിന്നെ ഫോർമുല അപ്പൊ F2 വന്നാ ഫോർമുല 2 F3 ഗ്രൂപ്പ് കിടിലായിരുന്നു. എന്തായാലും മസ്റ്റ് വരിക, ട്രൈ ചെയ്യാം. ഓക്കെ, സ്പീഡ് വേ ഡയറക്റ്റ് സെലക്ടഡ് ആണ് ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടന്റെ പടം നടത്തുക അല്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോ കാർട്ടിങ്ങിന്റെ സമ്മാന ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊരു ചെറിയ ചടങ്ങാണ്, ചെറിയ ചടങ്ങാണ്, ലോ ബഡ്ജറ്റ് ആണ് ഗൈസ്. ഓക്കെ, ഈ ഒരു ഗോ കാർട്ടിങ്ങിൽ ഗൈസ് 4th പ്ലേസിൽ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തേർഡ് ആരായിരുന്നു? ചാർലി തേർഡിലോട്ട് കയറി നിൽക്കേണ്ടതാണ് ഗൈസ്. ഓക്കെ, തേർഡിലോട്ട് കൈയടി. സെക്കൻഡ് പൊസിഷൻ എഡ്വിൻ പിസിബി. ഫസ്റ്റ് പ്രൈസ് ഈസ് MC Goma. Like and share, subscribe.